ഹലോ! ഇന്ന് കറക്കടൊന്ന്. എന്താ സ്പെഷ്യല്? നമ്മുടെ വടക്കോന അമ്പലത്തിലെ ആനയൂട്ട്. അപ്പം ഞാനിത് കണ്ടിട്ടില്ല. ഞാനിത് ഫസ്റ്റ് ടൈം ആയിട്ടാ. അപ്പം ഞാൻ കുറച്ച് എക്സൈറ്റഡ് ആണ് ഇത് കാണാനായിട്ട്. അതിൻ്റെ ഉള്ളിലേക്കെന്നെ കടന്നു കിട്ടിയത് വളരെ ഭാഗ്യം ഗൈസ്. കാരണം പിന്നെ തിരക്ക് കൂടിയപ്പോൾ അത് അടച്ചു. ഡോർ ക്ലോസ് ചെയ്തു. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയധികം ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഉള്ളിൽ കയറിയപ്പോൾ ഇങ്ങനെയായിരുന്നു. നമുക്കൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം അത്രയധികം ഹൈറ്റും കാര്യങ്ങളായതുകൊണ്ട്. പിന്നെ തിരക്കെന്ന് പറഞ്ഞാൽ പൂരത്തിൻ്റെ ജനമായിരുന്നു. പിന്നെ 1, 2 ആനയില്ല ഗൈസ്. 60 ആനകളുണ്ടായിരുന്നു. 60 ആനകൾ. പിന്നെ നമുക്കൊന്നും കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം വെച്ചാൽ അത്രയും ഹൈറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ട്ടാ. ഇപ്പം നിങ്ങൾ കണ്ടത് ഇക്കൊല്ലത്തെ ആനയൂട്ടും അതിഗംഭീരമായി അവസാനിച്ച ആഘോഷമായിരുന്നു നിങ്ങൾ കണ്ടത്. അങ്ങനെ ഞങ്ങൾക്ക് ഒരു അവസരം കിട്ടി. അവിടെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ടായിരുന്നു ആനയ്ക്ക് കൊടുക്കാനുള്ളത്. അങ്ങനെ നമുക്കും കിട്ടി 2 സബർജില്. പിന്നത്തെ ടാസ്ക് എന്താ ആനക്കുട്ടിക്ക് കൊടുക്കണം. ഈ ആനയുടെ പേരാണ് ശ്രീ പാർവതി. അങ്ങനെ ഞങ്ങൾ കൊടുത്ത് ആ കൊടുത്തതിന് സന്തോഷമാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ അവിടെ ഗണപതി ഹോമമൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രസാദം മേടിച്ചു. പിന്നെ പുറത്തേക്ക് ഇറങ്ങാൻ അതിനും വലിയ ടാസ്ക് ആയിരുന്നു. ചുറ്റിനും കഴിഞ്ഞിട്ട് വേണം വരണമെങ്കിൽ. ഇതാണ് ഗൈസ് പുറത്തത്തെ വ്യൂ. ഒത്തിരി ആളുണ്ടായിരുന്നു കേട്ടോ. ഏത് ആനയൊന്നും എനിക്കറിയില്ല. ആന വരുന്നത് കാണാനായിട്ട് ഫോട്ടോ എടുക്കാൻ നിൽക്കണവരാണ് ഈ മൊത്തം ആൾക്കാർ. അടുത്ത് പോയി നിൽക്കാൻ പറ്റില്ല. നമ്മൾ ചത്തു പോകും, അത്രയ്ക്കും തിരക്കുണ്ട്. പിന്നെ എനിക്ക് എല്ലാവരും ഒരുപോലെ ഉണ്ട്. ഏത് ആനയുടെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ വരുന്നു. ഫുഡ് കഴിച്ചു. അങ്ങനെ ഇക്കൊല്ലത്തെ ആനയൂട്ടും അതിഗംഭീരമായി അവസാനിച്ചു ഗൈസ്.